പാട്ട് ജസ്റ്റ് ഒന്ന് നിർത്തണം. ഹലോ ചെക്ക്. ഹലോ ചെക്ക്. കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാനും എന്റെ ചേട്ടായും സംഘടിപ്പിക്കുന്ന ഞങ്ങൾ ഈ ചാച്ചയുടെ 70ാം പിറന്നാൾ ആഘോഷങ്ങൾ ഏതാനും നിമിഷങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, മ്യൂസിക്. ആരവാരം കൂടാനുണ്ട്, അപ്പും മീനും വിളമ്പാനുണ്ട്. ആരാടാ ഇവിടെ കേറ്ററിംഗ് ഇടപാടി ചെയ്തേക്കുന്നത്? നീയാണോ? എനിക്ക് അത് അന്നേരം മനസ്സിലായി. അവിടെ നിന്ന് ചിക്കൻ കറി അടിച്ച് ഞാൻ കളഞ്ഞു. എടാ, അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ത് കേടായ ചിക്കൻ എന്ന്? ചിക്കൻ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒന്നും ശരിയല്ല. എടാ, ഞാൻ നോക്കിയപ്പോൾ ഒരു ടോർച്ച് നടന്ന മേളിലോട്ട് അടിച്ചു വെച്ചേക്കും. മറ്റവനെ അത് സ്പോട്ട് ലൈറ്റ് ആകാശം അടിക്കാനുള്ളത്. ആകാശത്ത് നിന്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടോ? ഈ താഴെയല്ലേ വട്ടം കണ്ട് ഇവിടെ അടിക്കാൻ പറ. കാശാനല്ലേ മടക്കുന്നത്? ഇത് എന്റെ തെറ്റാ. ആകാശവാണി കണ്ടോടുന്നതിനെ പിടിച്ച് പരിപാടി ചെയ്യാൻ പോയത് എന്റെ മാത്രം തെറ്റാ. അയ്യോ ഡാ, എന്തുവാ തപ്പുന്നേ? എന്റെ ഫോണ് കാണുന്നില്ലടാ. വിളിച്ചു നോക്ക്. പോണേ. എടാ, കാണിക്കാൻ വഞ്ചി നിന്നോടാണോ ഞാൻ പറഞ്ഞേ? പിന്നെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ എങ്ങനെയും വിളിച്ചോളാം. എങ്ങനെയും ഞാൻ ഫോൺ കണ്ടുപിടിച്ചു. ഇവിടെ പരക്കെ ഒരു സംഭാഷണം നടക്കുന്നു. എന്തുവാ? ഇവിടെ സീരിയൽ നടൻ വരുന്നെന്ന് കിഷോർ വർമ്മ. പറഞ്ഞു വന്നേ ചേട്ടായി. നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷാണ് മരിക്കാൻ മുമ്പ് സീരിയൽ നടൻ കിഷോർ വർമ്മയെ കാണാന്നുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സീരിയൽ വർമ്മ കിഷോർ വർമ്മയെ കാണുന്നുള്ളത് നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷമാണ്. ഇന്ന് വൈകുന്നേരം പിറന്നാൾ കഴിഞ്ഞ് ഇച്ചാച്ചി നമ്മുടെ രണ്ടുപേരെ വലിയ സ്വത്തെഴുത്തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടൊരു സഹായം ചെയ്യണ്ടേ? അതുകൊണ്ട് സീരിയൽ നടൻ കിഷോർ വർമ്മയെ ഞാൻ കൊണ്ടിരുന്നു. ഇച്ചാച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു. സ്വത്ത് മൊത്തം നമ്മുടെ പേര് എഴുതുക. ഞാൻ ഈ സീരിയൽ ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ഇവന്മാരെ ഒന്നും അറിയത്തില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയുന്നു വേണ്ട. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വട്ടക്കായൽ നീന്തിയ കിഷോർ വർമ്മയെ കൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ണടച്ച് നിന്ന് തന്നാൽ മാത്രം മതി. മതിയല്ലോ, അത് ഞാൻ ഏറ്റു. ചേട്ടായി, ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു. ആരേലും എന്തേലും പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്തോണോ? അയ്യോ, ഇവിടെ ആരും ഇല്ലേ? ആരാത്? അയ്യോ, കിഷോർ വർമ്മ. എന്തോ കിഷോർ വർമ്മ കയ്യിൽ ഷൂസ് ഒക്കെ ആയിട്ട് തലയിൽ ഇട്ടിട്ട് കേറിയില്ല, അതുകൊണ്ട് കൈ പിടിച്ചോണ്ട്. അയ്യോ, പുള്ളി പറഞ്ഞില്ലേ തലയിട്ടിട്ട് കേറില്ല, അതുകൊണ്ടാണ് കയ്യിൽ പോകാൻ പറ്റവനെ. എടാ, ഈ വട്ടക്കായൽ നീന്തി കയറി വരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് നിനക്കറിയാവോ? കിഷോർ വർമ്മ അങ്ങനത്തെ വർത്താനം പറയരുത്. നല്ലൊന്നാന്തരം വണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത് തന്നതാണ്. വണ്ടി 2 വള്ളം കൂട്ടിക്കെട്ടിട്ട് യവ അതിന്റെ നടുക്ക് എന്നെ കൊണ്ട് നിർത്തി. ആ സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറിന് പോയ പിള്ളേർ എന്നെ കണ്ടിട്ട് പറയാ, ആണ്ട വള്ളത്തിന് ഇറക്കും ഒരു നീർക്കാക്ക നിൽക്കുന്നത്. അത് പിള്ളേരല്ലേ ഒരു തമാശ പറഞ്ഞതായിരിക്കും. തമാശയോ? ഇൻഡസ്ട്രി അങ്ങനെ പറഞ്ഞോണ്ടല്ലോ. അതിനോട് വല്ലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എടാ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ, അത് വേറൊന്നുമല്ല. എന്റെ ഇച്ചാച്ചി ഒന്ന് കാണണം. എങ്ങനെ ഇരിക്കുന്നു? ഈ 10-30,000 രൂപ മുടക്കി ഇവ എന്നെ വിളിച്ചു വരുത്തിയത് അവന്റെ ഇച്ചിച്ച് കാണാനായിട്ട്. എന്റെ ഇച്ചാച്ചി കാണാൻ നല്ല പറഞ്ഞേ. എന്റെ ഇച്ചാച്ചി ഒന്ന് കാണണം. എന്റെ ഇച്ചാച്ചി നിങ്ങളെന്ന് പറഞ്ഞാൽ ചാകും. ഓ, അതങ്ങനെയാണല്ലോ, ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. ഏതാ ഈ പഴയ സിനിമയിലെ ചേരാം? അയ്യോ, പുള്ളിയെ മനസ്സിലായില്ലേ? എന്റെ ചേട്ടായി പ്രശസ്ത സിനിമാ സംവിധായകൻ കുണ്ടറ സണ്ണി. കുണ്ടറ സണ്ണി സാറോ? യെസ് സാർ. സാർ എന്നെ മനസ്സിലായോ സാർ? ഇല്ല, മനസ്സിലായി. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. എന്റെ ബത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഒറാങ്കുട്ടന്റെ അളിയൻ ഇല്ല. വെള്ളിക്കിണ്ടിയിലെ പെള്ളരിപ്രാവ് എന്ന് പറയുന്ന സിനിമ ഇല്ല. പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചു? സാർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. സാറിന്റെ മുന്നിൽ നീണ്ട 10 വർഷത്തിന് ശേഷം ഒരു നെടുന്തൂണ് പോലെ ഞാൻ വന്ന് നിൽക്കുവന്ന്. ഇല്ല, ഒരുപക്ഷെ എന്റെ തുട കണ്ടാൽ ചിലപ്പോൾ സാറിന് മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ എന്റെ സിനിമയിൽ തുടക്കി ഡൂപ്പിട്ടിട്ടുണ്ട്. അതിനങ്ങനെ ചോദിച്ചത്? പിന്നെന്താ കറുത്തപ്പാട്? അയ്യോ, അത് സാറിന്റെ വീട്ടിൽ ചാൻസ് ചോദിച്ചോണ്ടപ്പോ സാറ് പട്ടിയെ വിട്ട് കടിപ്പിച്ച പാടാ. അപ്പുറത്തെ വലിയ പാടോ? അത് ഡയറക്ടർ അമൽ നീര സാറ് ചട്ടം കൊണ്ട് പൊളിച്ചതാ. ഒരു ചട്ടകം വെച്ച് പൊളിച്ചോ? ഇത്രയും വലിയ പാടോ? അല്ല, പുള്ളി സ്ലോ മോഷൻ സിനിമയുടെ ആളല്ലേ, ചട്ടകം വെച്ചിട്ട് പിറ്റേന്ന് എടുത്തത്. വൈശാഖിന്റെ പുലിപുര സെറ്റി പോകാൻ കാര്യമായി. പുലിയെ വിട്ട് കടിപ്പിച്ചാണ്. പുലിയെ വിട്ട് കടിപ്പിച്ചാണ്. സ്നേഹത്തോടെ പെരുമാറ. സാർ, സാറിനോട് ഞാൻ കാണുമ്പോൾ ചോദിക്കായിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സാറിന്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഫ്രണ്ടിൽ ഒരു ചുട്ട പറങ്ങാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിയിൽ പാവന സ്മരണയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ സാർ? അയ്യോ, ചുട്ട പറങ്ങാണ്ടിയല്ല, ഞങ്ങളുടെ അപ്പാപ്പൻ കുണ്ടറ ജോയി. ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ കേട്ടോ, ഇല്ല പിള്ളേർ രാത്രി കിടന്ന് പേടിക്കും കേട്ടോ. അടുത്ത തവണ. ആ, ആയിക്കോട്ടെ, ശരി. ഈ കിൻഡർ ജോയ് എന്ത് ചെയ്യുന്നു? കിൻഡർ ജോയ് അല്ല, കുണ്ടറ ജോയ്. ഓ, എന്റെ ദൈവമേ. എന്നാ ഈ പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പാപ്പൻ മരിച്ചുപോയി. എങ്ങനെ? അപ്പാപ്പൻ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. ഏത് തേനീച്ചക്കൂട്ടിലെ? തേനീച്ചക്കൂട്ടിലെ അല്ല, റാണി എന്ന് പറഞ്ഞു. റാണി എന്നാണോ പറഞ്ഞ? പ്രമാണി എന്നല്ലേ പറഞ്ഞേ? കണ്ടിന്യൂ. അപ്പാപ്പന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പിൽ പോയി പാട്ട് പാടുക എന്നുള്ളത്. എന്നിട്ടോ? കഴിഞ്ഞ തൃക്കുന്നപ്പുഴ അമ്പലത്തിന് ഉത്സവത്തിനെന്ന് അപ്പാപ്പൻ അങ്ങനെ പാട്ട് പാടാൻ ഒരു അവസരം ലഭിച്ചു. എന്നിട്ടോ? അപ്പാപ്പൻ സ്റ്റേജിൽ കയറി കഷ്ടം പൊങ്ങിയത് ഫ്രണ്ടിൽ ഒരൊറ്റ ഈച്ച പോലും ഇല്ല. അപ്പാപ്പൻ ചമ്മി. ഈ ചമ്മിൽ അപ്പാപ്പൻ നേരെ ഒരു പൊട്ടക്കനിലെത്തി ചാടി 2 പ്രാവശ്യം ചമ്മിച്ചത്തു.
അതെങ്ങനെയാണോ ഒരാൾ 2 തവണ ചമ്മിച്ചാവുന്നത്? അത് ഈ പുള്ളിക്കാരൻ ചാടിയ കിണറ്റി വെള്ളമില്ല, അങ്ങനെ പുള്ളിക്കാരൻ 2 വർഷം ചമ്മിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ എനിക്ക് എന്റെ കുടുംബത്തിനോട് എന്നെ ബഹുമാനം ആണോ? പിന്നെ എന്റെ അച്ഛൻ ഡൂപ്പായിരുന്നു. അപ്പൊ ഒറിജിനല് പോരാ പറ്റവനെ അല്ല സ്റ്റണ്ട് മാത്രമായിരുന്നു. 2 മാസ്റ്ററായിരുന്നു. മാഫിയ സസാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. സാറിന്റെ അസിസ്റ്റന്റ് സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ദിവസം തമിഴ് സിനിമയുടെ ലൊക്കേഷൻ പുലിയായിട്ടുള്ള ഫൈറ്റ് സീൻ. സാറ് വിളിച്ചു ചോദിച്ചു, യാറിருக்க இந்த പുലിയുമായിട്ട് ഫൈറ്റ് പണ്ണതുക്കുന്ന്. തമിഴ് അറിയാത്ത എന്റെ അച്ഛൻ കൈവക്കി പറഞ്ഞു, ഞാനിருக்க ഇങ്ങ ഫൈറ്റ് പണ്ണതുക്കുന്ന്. എന്നിട്ടെന്തുവാ പിറ്റേ ദിവസം പുലിയുടെ കൂട്ടിൽ നിന്ന് അച്ഛന്റെ എല്ലും മുള്ളും ഒക്കെ പെറുക്കി വർക്കലെ കൊണ്ട് ഒഴുകേണ്ടി വന്നു. മിസ്റ്റർ കിഷോർ വർമ്മ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങളുടെ ഇച്ചാച്ചി നിങ്ങൾ പറഞ്ഞാൽ മരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇച്ചാച്ചി നിങ്ങൾ പറഞ്ഞാൽ മരിക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് ഇന്ന് ഇച്ചാച്ചി സ്വത്തുകൾ എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇച്ചാച്ചിയെ കാണിക്കുന്നു, ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കുന്നു, സ്വത്ത് മൊത്തം ഞങ്ങളുടെ പേര് എഴുതി മേടിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഞാനൊക്കെ പേടിച്ചു പോയി. ഇത് ഞാൻ ചെയ്തു തരാലോ. അപ്പൊ ഞാൻ എന്നാ പോയി. അല്ല പോവല്ലേ, പിന്നെ കരിമീൻ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് കഴിക്കുന്നുണ്ട് ഇച്ചാച്ചി കാണും. ഇൻഡസ്ട്രി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. എന്ത് കരിമീൻ പൊള്ളിച്ചു? അല്ലടാ എടാ, ആദ്യം വർക്ക് പിന്നെ ഫുഡ്. ഇൻഡസ്ട്രി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. അറിയിക്കാരുന്നാ പോരെ. ജസ്റ്റ് അറിഞ്ഞ പ്രശ്നം എന്റെ ഹോൾഡ്. ആഹാ, എന്തൊരു കിടപ്പായത്. അപ്പാപ്പോ അപ്പാപ്പോ, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. അപ്പാപ്പൻ കാണാൻ കാത്തിരുന്ന കിണ്ടി സീരിയലിലെ നായകൻ കിഷോർ വർമ്മ. എന്റെ കിഷോർ വർമ്മ. അപ്പാപ്പ അനക്കില്ലല്ലോ. അപ്പാപ്പ അപ്പ 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 എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. ഇപ്പൊ പോകാൻ പറ്റില്ല. ഇപ്പഴാ നിന്റെ വില എനിക്ക് മനസ്സിലായത്. ഇതുവരെ സത്യം പറഞ്ഞ ആ കളവന്റെ വായന ഇങ്ങനെ ഒരു സ്നേഹ സംഭാഷണം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നീ കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി സന്തോഷമായിട്ട് പോയാ മതി. അല്ല, എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. അങ്ങനെങ്കിലേ ഞാൻ ഇച്ചയെ കൊണ്ടുപോവാ. മറന്നുപോയി, അക്കാര്യം മറന്നുപോയി. അതെ, ഈ കേക്കും ഫുഡും ഒക്കെ എനിക്ക് പാഴ്സൽ തന്നാ മതി. വേണ്ട വേണ്ട വേണ്ട, നിന്നെ തീറ്റിച്ചിട്ടാ ഞങ്ങൾ വിടൂ. ഒരു സീരിയൽ നടന്റെ അഥവാ ഇന്ന് കാണുമല്ലോ ഞാൻ. ഇച്ചാച്ചി 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 ഇറങ്ങുന്നില്ലല്ലോ. ഇച്ചാച്ചി ഇച്ചാച്ചി എന്താണ് എന്റെ ഇച്ചാച്ചി ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്ന് അപ്പാപ്പ ഒന്ന് വിളിച്ചപ്പോ പുള്ളി കീറി പാതാള കറണ്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് അനങ്ങാതിരുന്ന് കൊല്ലാൻ നോക്കി. ഞാനോ? ഇൻഡസ്ട്രി എങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. നിന്റെ ഇൻഡസ്ട്രി അറിഞ്ഞ എന്തിയോടാ? ഇൻഡസ്ട്രി അറിഞ്ഞ എന്താവാൻ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഇല്ല, മനുഷ്യരല്ലേ, പറഞ്ഞാ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമല്ലേ. ഞാൻ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു പറവാ. എന്താ അവിടെ ഒരു കുഴി? കൊക്ക ആണോ? അവിടെ എന്താ? അണല് പെറ്റി കിടക്കുന്നു. ഇപ്പൊ പുറകിലെന്താ? കടലും കായലും കൂടിച്ചേരും സ്ഥലം. ഫ്രണ്ടിലോ? കായല്. എന്നാ പിന്നെ ആ ആകാശം കൂടെ പൊട്ടിച്ചിടാത്ത എന്ത്? നീ ആകാശം പൊട്ടിയിടാതെ എന്റെ ശരിയാക്കാനായിട്ട് അപ്പൊ എന്നെ കിടയായി കിടക്കുന്ന ജീവിയോ? എനിക്കൊന്നും അറിയണ്ട. എന്റെ ഇച്ചാച്ചി റെഡിയാക്കില്ല, നിന്നെ വിളിട്ട് ഞാൻ കൊത്തി നോക്കും. അവൻ പറഞ്ഞാ ചെയ്യും. ഉറപ്പാന്നു? ഉറപ്പാ. തക്കുട് വാവേ, നിന്റെ അച്ചാച്ചി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ അച്ചാച്ചി അല്ലേ? ഞാനിപ്പോ ശരിയാക്കാതിരിക്കാൻ പറ്റുമോ? എടാ നീ ഇച്ചാച്ചി ഇറക്കണ്ടോ? എന്റെ ദൈവമേ. അപ്പൂപ്പനാടി എന്റെ ദൈവമേ, നീ എഴുന്നേറ്റേ. താൻ എന്തിനാണോ എന്റെ സീരിയൽ ഇങ്ങനെ കിടന്ന് കാണുന്നത്? എന്റെ വീട്ടുകാർ പോലും എന്റെ സീരിയൽ കാണത്തില്ലല്ലോ, പിന്നെ താൻ എന്തിനാ എന്നെ കണ്ടപ്പോ ഇങ്ങനെ കിട്ടുന്നത്? എഴുന്നേറ്റ്. തന്റെ രണ്ട് മക്കൾ അവിടെ ഇപ്പൊ ഉണ്ട്. എന്നെ കണ്ട് എന്തായടാ എന്തായടാ? ഞങ്ങളും ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. എന്റെ ഇച്ചാച്ചി റെഡിയാക്കി താടാ. ഈ ഇച്ചാച്ചിനെ ശരിയാക്കി നിങ്ങൾ എന്തോണ്ടാക്കാനാ? എടാ മറ്റവൻ എന്നോട് വന്നപ്പോട്ട് ഞാൻ പറഞ്ഞാണോ, പുള്ളി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും വലിയ സ്വത്തായിട്ട് തരാന്ന് പറഞ്ഞ. ഇനി ആര് വന്ന് ആധാരത്തിൽ ഒപ്പിട്ട് തരും? ഇത്രയുള്ള വിഷയം, ഇത്രയുള്ള വിഷയം. എടാ നീയൊക്കെ എന്റെ നാട്ടിൽ വന്ന് തിരക്കടാ. കള്ളയൊപ്പ് കിഷോർ ആരാന്ന്? കള്ളയൊപ്പ് കിഷോർ ഇല്ലേ? ഇയാളെ SLC ബുക്കോ ചെക്കോ ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം. അങ്ങനെയാന്ന് എന്റെ ഒരു ചെക്കിരിപ്പുണ്ട്. നീ കൊണ്ടുപോകും. ഇതിനാണ് മനുഷ്യൻ ഇങ്ങനെ കടന്നു. ഇത് നോക്കി ഒപ്പിട്ടാ മതി. ഈ 2 വരയിൽ പല്ലുമുട്ട പോലത്തെ സാധനം ഇടാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇത് അവിടുന്ന് പറഞ്ഞിരുന്നേ ഞാൻ ഒപ്പിട്ടോണ്ട് വരുമായിരുന്നു. ചുമ്മാ ആവശ്യമില്ല, ഞാനിത് ഒപ്പിട്ട് തരാം. ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. വലിയറിയാത്ത വല്യമ്മയുടെ സെറ്റിൽ നിന്നോ എന്നെ മാറ്റിയെന്നോ? പകരം പച്ചാളം ചെയ്തു നായകൻ. ഓക്കെ, വിഷയമില്ല. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഞാൻ നായകനാവേരുന്ന വലിതെറിയാത്ത വല്യമ്മയിൽ നിന്ന് എന്നെ മാറ്റി പകരം പച്ചാള ചെയ്തു നായകൻ. എല്ലാത്തിനും ഈ മാൻഡ്രക്ക കാരണം. മാൻഡ്രക്കല്ല, ഞങ്ങളുടെ ഇച്ചാച്ചി. എന്റെ ജീവൻ നേർത്ത ഇറ്റിച്ചി.